Good morning, sir. Ansi, good morning. Good morning, sir. Good morning. Vidya, Alus, Jisha, good morning. Good morning, sir. Yes, good morning. ഒരു മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യല്ലേ? ആരെങ്കിലും വരുമെന്ന് നോക്കാം. ഇല്ല ജിഷ? ഓക്കെ ഓക്കെ വിദ്യ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ ആൻസി? പ്രത്യേകിച്ചൊന്നുമില്ല സാറിന്. പ്രത്യേകിച്ചൊന്നുമില്ല. യെസ്. ഓക്കെ ഓക്കെ. സുധിലക്ഷ്മി ഇടക്കിടക്ക് ഒരു മിന്നായം പോലെ ഇപ്പൊ കാണുന്നുള്ളത്. ബിസിയാണോ? കുറച്ച് തിരക്കിലായിരുന്നു സാർ. യെസ് യെസ്. ഇങ്ങനെ വന്നു പോകുന്നത് കാണുന്നുണ്ട്. കുറച്ച് ഒരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. നോ പ്രോബ്ലം നോ പ്രോബ്ലം. യെസ്. ഓക്കെ. യെസ്. സ്ഥിരം നമ്മൾ കാണുന്ന കുറച്ച് മുഖങ്ങളുണ്ടല്ലോ, അപ്പൊ അത് ഇങ്ങനെ വന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ, അതുകൊണ്ടാണ്. യെസ് ആരതി. Good morning, sir. യെസ് ഓക്കെ. അപ്പൊ പ്രയർ ഉണ്ടെങ്കിൽ ആരാന്ന് വെച്ചാൽ പറയാം. സർ പ്രയർ ഞാനാണ്. ഓക്കെ വെരി ഗുഡ് വിദ്യ. ചെയ്യും. കാണായ ലോകങ്ങൾ കാക്കുന്ന ദൈവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദൈവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ, കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമേകും നിറകതിർ തൂകാൻ, വിജ്ഞാനമേകും നിറകതിർ തൂവാൻ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം, ഞങ്ങൾ തൻ കരളിൻ്റെ കൈക്കൊമ്പിൽ നീട്ടി ചൊരിയുകനാഥ നിൻ സ്നേഹധാര, ചൊരിയുകനാഥ നിൻ സ്നേഹധാര. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു സർ. വിദ്യ നല്ല വരികൾ കേട്ടോ. ലോക സമസ്ത സുഖിനോ ഭവന്തു അല്ലെ. വിറയ്ക്കുന്ന കൈകളിൽ ഇത് സ്നേഹധാര നിറയ്ക്കും. ഓക്കെ, നല്ല നല്ല വരികൾ. ഓക്കെ 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 വിദ്യ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സർ. Sir, good morning, sir. Thought of day. ഓക്കെ ആൻസി കണ്ടിന്യൂ കണ്ടിന്യൂ. Push yourself because no one else is going to do it for you. Thank you. യെസ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. വി ആർ അലോൺ ഇൻ ലൈഫ് അല്ലേ. വെരി ഗുഡ്. ദെൻ സൈനിങ് ഓൺ. Signing. യെസ്. Good morning. First, I would like to welcome our job sir in this wonderful section, and I welcome you all in this section with a story. Totu and Motu. Once in a small jungle, there lived a rabbit named Motu and a monkey named Totu. They were good friends. Once, one a day, Motu was playing with Totu in a jungle.
Toto was swinging in the branch of a tree. Motu was jumping and laughing below. Suddenly, Toto fell in the well nearby. Help, help, he cried. Motu heard his friend's cry. He looked in the well. He saw Toto struggling to came out. Motu did not waste a single minute. He picked up a long stick and a few small sticks. With them, he made a long ladder. Then he let it down into the well and held it carefully. Toto caught hold of the ladder, climbing up and came out of the well. Thank you, Motu, he said. He saved my life. A friend in need is a friend indeed. Thank you. Yes, a friend in need is a friend in need. Yes. ഈ O.V. വിജയൻ എഴുതിയ ഒരു ഇഷ്ടംപോലെ പുസ്തകങ്ങൾ പുള്ളി എഴുതുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു പുസ്തകം പേരാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ പറയുന്നുണ്ട്, ഇന്നത്തെ ശത്രു ഇന്നത്തെ മിത്രം നാളത്തെ നമ്മുടെ ശത്രുവായാൽ, ഇന്നത്തെ ഫ്രണ്ട് നാളെ നമ്മുടെ എനിമി ആയാൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ആരുടെ കയ്യിലായി? ശത്രുവിന്റെ കയ്യിലായി. അപ്പോ എപ്പോഴും ജീവിതത്തില് നിങ്ങൾക്ക് ഫ്രണ്ട് ഉണ്ടായിക്കോട്ടെ, പക്ഷെ എങ്കിലും സീക്രസി വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു പ്രൈവസി അതെപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. യെസ്, എന്തും പറയാമെന്നുള്ളതല്ല. ഒരു മലയാളത്തിൽ പഠിച്ചിട്ടില്ലേ, സത്യം വധ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതൊക്കെ ഞാൻ വിളിച്ചു പറയണമെന്നുള്ളതല്ല. പറയുമ്പോ സത്യമേ പറയൂ, ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നു. യെസ്, സത്യം വധ മീൻസ് പറയുമ്പോ സത്യം പറയുള്ളൂ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എല്ലാ സത്യവും ഞാൻ വിളിച്ചു പറയുക എന്നുള്ളതല്ല. യെസ്, ഓക്കെ 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 അതിനോട് കണക്ട് ചെയ്ത് പറഞ്ഞത് മാത്രമേ സുധി. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് കുറച്ച് ദിവസമായി നമുക്ക് കണ്ടീഷൻ കോഴ്സിനെ ചുറ്റും കിടന്ന് കളിക്കുന്നു. അപ്പോ ഇന്ന് നമുക്ക് കണ്ടീഷൻ കോഴ്സിലേക്ക് വലത് കാലം വെച്ച് നമുക്കിത് കയറാം. യെസ്, ഓക്കെ. അപ്പൊ ഇത്രയും ദിവസങ്ങളിലായിട്ട് നമ്മൾ സൂചിപ്പിച്ചത് എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സെന്റൻസിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ല എങ്കിൽ ആ സബോർഡിനേറ്റ് ക്ലോസ്. പിന്നെ പറഞ്ഞു മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ അത്രയും ഭാഗം പറയുമ്പോൾ അർത്ഥം പൂർത്തിയാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഓരോ ടെൻസിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കി. സിമ്പിൾ പ്രസന്റ് നോക്കി, സിമ്പിൾ പാസ്റ്റ് നോക്കി, സിമ്പിൾ ഫ്യൂച്ചർ നോക്കി, പാസ്റ്റ് പെർഫെക്റ്റ് നോക്കി, ഫ്യൂച്ചർ പെർഫെക്റ്റ് നോക്കി. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും വന്നു കഴിയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വരുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റൻസ് ആണെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സബ്ജക്റ്റ് ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. യെസ്, ഇനി ഞാനൊരു വാചകം പറയാം, അത് എഴുതുക. എഴുതിക്കോ. ഇഫ് യു സ്റ്റഡി STUDY സ്റ്റഡി well WELL well, you will pass the examination. You will pass the examination. Okay, ഇത് വെച്ചിട്ട് ഞാൻ നമുക്ക് മുന്നോട്ട് പോകണേ. ഇഫ് യു സ്റ്റഡി വെൽ, സ്റ്റഡി എന്നുള്ളതിന് പകരം വർക്ക് തന്നെയാലും കുഴപ്പമില്ല, കഠിനമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പഠിക്കാതെ എഴുതി മാത്രം ഇഷ്ടമുള്ള ഭാഗം നമുക്ക് ഉപയോഗിക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. അപ്പൊ ഇതിന് നമുക്ക് വേണമെങ്കിൽ രണ്ട് ക്ലോസുകളാക്കാം. അപ്പൊ അങ്ങനെ നമ്മളൊരു കോമ ഇടുകയാണെങ്കിൽ വിദ്യ എവിടെ ഇടാൻ പറ്റും? കോമ ഏത് കഴിഞ്ഞിട്ട് കോമ ഇടാൻ പറ്റും? If you study well. വെരി ഗുഡ്. വെല്ല് കഴിഞ്ഞ് കോമ പോലെട്ടോ ഒരു മിനിറ്റ്. അപ്പൊ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്ന ആ വെൽ കഴിഞ്ഞിട്ട് നമുക്ക് കോമ ഇടാം. ഇനി അടുത്ത വിദ്യയോടാണ് ചോദിക്കുകയാണ്, ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുമ്പോൾ അത് സബോർഡിനേറ്റ് ക്ലോസ് ആണോ മെയിൻ ക്ലോസ് ആണോ? Subordinate clause. സബോർഡിനേറ്റ് ക്ലോസ്. വെരി ഗുഡ്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം വിദ്യ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 പോയിന്റ് ലഭിക്കും.
യെസ്. അപ്പൊ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്നത് അതെന്താണ്? ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. യു വിൽ പാസ്. ആൻഡ് സി, യു വിൽ പാസ് എന്ന് പറയുമ്പോൾ മെയിൻ ക്ലോസ് ആണ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ആണ്? You will pass subordinate അല്ലേ sir? സബോർഡിനേറ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ ഒന്നുകൂടി ആലോചിക്കാൻ പറയും. എന്തോ? അപ്പൊ ഞാൻ ഒന്നുകൂടി ചിന്തിച്ചിട്ട് പറയാൻ മതി. യു വിൽ പാസ് എന്ന് മാത്രമല്ലേ വന്നിട്ടുള്ളൂ സാർ, അത് മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. യു വിൽ പാസിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പാസ്സാകും എന്തിനാണെന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ. അത് മെയിൻ ക്ലോസ് അല്ലേ സാർ? യു വിൽ പാസ്, നിങ്ങൾ പാസ്സാകും എന്ന് ആൻസർ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയില്ല, ആൻസർ പാസ്സാകുമെന്നല്ല പറയണേ. ആണ് സാർ, പക്ഷെ നമ്മൾ പാസ്സിട്ട് ഇവിടെ കോമ വന്നിട്ടില്ലല്ലോ. അതിന് കോമ നമ്മൾ വെല്ല് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, അപ്പൊ മെയിൻ ക്ലോസ്. ഇപ്പൊ മുതല് പാസ് ദ എക്സാമിനേഷൻ വരെ ഒറ്റ സെന്റൻസ് ആയിരുന്നു. ആ ഒരു സെന്റൻസിൽ നമ്മൾ കോമ ഇട്ട് 2 ക്ലോസ് ആക്കി. ഇഫ് യു സ്റ്റഡി വെൽ, അവിടെ വരെ കണ്ടൊരു കോമ, യു വിൽ പാസ് ദ എക്സാമിനേഷൻ. ഓക്കെ, നീ പരീക്ഷ പാസ്സാകും എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ അത് നമുക്ക് പറ്റി പറയാം, അത് അർത്ഥം പൂർത്തിയാവുന്നുണ്ട്. യെസ്. മറ്റേനെ അപേക്ഷിച്ച് നോക്കും. മറ്റേതെങ്ങനെയാണ്? നീ പഠിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ബാക്കി പറയണില്ല. അപ്പോഴാണ് അർത്ഥം പൂർത്തിയാവാത്തത്. യു വിൽ പാസ് ദ എക്സാമിനേഷൻ. അപ്പൊ അർത്ഥം പൂർത്തിയായി. അപ്പൊ നമുക്കത് പറയാം, അത് മെയിൻ ക്ലോസ് ആണെന്ന് പറയാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ജിഷ, ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും ജിഷയോടാണ്. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്ന സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ പറഞ്ഞ ആ 5 ടെൻസില് ഏത്? If you study well. അത്രയും വരെ മതി. അത് നമ്മൾ പറഞ്ഞ 5 ടെൻസിൽ ഏത് ടെൻസിൽ വരും? സിമ്പിൾ പ്രസന്റ് ആണോ സാർ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സിമ്പിൾ പ്രസന്റ് ആണ്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒന്നുകൂടി പറഞ്ഞേക്കാം. ഓക്കെ. അപ്പൊ യു വിൽ പാസ് എന്നുള്ളത് ഏത് ടെൻസിൽ വരും? യു വിൽ പാസ്. നമ്മൾ പറഞ്ഞ 5 എണ്ണത്തിൽ ഏതെണ്ണത്തിൽ വരും യു വിൽ പാസ്? പ്രസന്റ് ടെൻസ്. ഒരു മിനിറ്റ് സാർ. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓ, ഫ്യൂച്ചർ പെർഫെക്റ്റോട് വേണ്ട, സിമ്പിൾ ഫ്യൂച്ചർ. ഓ ശരി, ഓക്കെ സാർ. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പറയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കുക. സബ്ജക്റ്റ്, വെർബ്, പ്രസന്റ് ടെൻസ്. ഓക്കെ, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അത്ര നോക്കിയാൽ മതി, ബാക്കി നോക്കണ്ട, ഇത്രയും മതി. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി ബാക്കിയുള്ളത് നോക്കിയേ. യു വിൽ പാസ് ദ എക്സാമിനേഷൻ, അത്ര നമ്മൾ എടുക്കുകയാണ്. അത് ഏത് ടെൻസ് ആണ്? അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുക. സബ്ജക്റ്റ്, വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസന്റൻസ്. ഈ സെന്റൻസിലോട്ടൊന്ന് നോക്കിയേ. സബ്ജക്റ്റ് യു ഉണ്ട്, വില്ല് അല്ലെങ്കിൽ ഷാലില് വില്ലുണ്ട്, പിന്നെ പാസ് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ്. അപ്പൊ എന്താണ്? അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇതിൽ നിന്ന് നിങ്ങളൊരു തീരുമാനത്തിലോട്ട് എത്തണം. അതായത് കണ്ടീഷണൽ ക്ലോസ്, പിന്നെ പറയുന്നത് കണ്ടീഷണൽ ക്ലോസ് എന്നാണ്. കണ്ടീഷൻ വെക്കുകയാണ്. അതായത് നീ പഠിക്കുകയാണെങ്കിൽ അത് കണ്ടീഷനാണ്, പഠിച്ചില്ലെങ്കിൽ പാസ്സാവില്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഈ കണ്ടീഷണൽ ക്ലോസിൽ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അത് അതേ ആകാവൂ, അതാണ് ശരി. ഇവിടെ നമ്മൾ ആ മെയിൻ ക്ലോസിൽ യു വിൽ പാസ് എന്ന് പറഞ്ഞു. ആ വിൽ എന്നുള്ളതിന് പകരം ക്യാൻ എന്ന് പറഞ്ഞു വന്നാലും ശരിയാണ്. ക്യാൻ വെച്ച് പറഞ്ഞാലും കറക്റ്റ് ആണ്. അതിനും പകരം മേ വെച്ച് പറഞ്ഞാലും കറക്റ്റ് ആണ്. യു മേ പാസ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. യെസ്. പിന്നെ ഷാൽ വന്നാലും കറക്റ്റ് ആണ്. അപ്പൊ വില്ലിന് പകരം സെന്റൻസ് ഒന്ന് മാറി വരികയാണെങ്കിൽ അവിടെ ക്യാനോ ഷാലോ മേയോ ഉപയോഗിക്കാം. യെസ്. അപ്പൊ ഇത് നമുക്കൊരു കാര്യം മനസ്സിലാക്കുക. യു വിൽ പാസ് എന്നുള്ളതിന് പകരം വില്ലിന് പകരം ഷാൽ വന്നാലും കറക്റ്റ് ആണ്, മേ വന്നാലും കറക്റ്റ് ആണ്, ക്യാൻ വന്നാലും കറക്റ്റ് ആണ്. അതല്ലാതെ വേറെ ഏത് വന്നാലും അത് തെറ്റാണ്. ഇപ്പോ ഈ വില്ലിന് പകരം അവിടെ ഒരു വുഡ് എന്ന് എഴുതി, അപ്പൊ തെറ്റാണ്.
ക്യാന് പകരം അവിടെ കുഡെന്ന് എഴുതി, അപ്പൊ തെറ്റാണ്. ഷാലിന് പകരം അവിടെ ഷുഡെന്ന് എഴുതി, അപ്പോഴും തെറ്റാണ്. മേ എന്നുള്ളതിന് പകരം അവിടെ മൈറ്റ് എന്ന് എഴുതി, അപ്പോഴും തെറ്റാണ്. യെസ്, അപ്പൊ ഇവിടെ എന്താ വരാവും? ഈ സിമ്പിൾ ഫ്യൂച്ചറിൽ വില്ല് വന്നതിന് പകരം ഷാല് വരാം, ക്യാൻ വരാം, മേ വരാം. ഈ 4 തന്നെ വരാം. അതൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. അതിൽ ഈ സെന്റൻസ് എപ്പോഴും മനസ്സിൽ വെക്കുക. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. ഇപ്പോഴത്തെ സിമ്പിൾ പ്രസന്റ് ആണോ, അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ ആയില്ലേ? സിമ്പിൾ ആയില്ലേ? പിടി കിട്ടിയല്ലോ. യെസ്, ഇനി നമുക്ക് 2-3 എക്സാമ്പിൾസ് ഇത് ചെയ്യാം. ഞാനിപ്പോ ഈ കണ്ടീഷണൽ കോഴ്സ് ഞാൻ തരും, എന്നിട്ട് ഡാഷ് ഇടും. നിങ്ങൾക്ക് അത് പൂരിപ്പിക്കണം. യെസ്, എഴുതിക്കും. If it rains, R-A-I-N-S, rains, if it rains, എന്നിട്ട് ഒരു ലോങ് നീണ്ട ഡാഷ് ഇടുക. If it rains, ഓക്കെ. മഴ പെയ്യുകയാണെങ്കിൽ, അത്ര വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ 16 പേരുണ്ട്. ഈ 16 പേർക്കും 16 ടൈപ്പിൽ പൂരിപ്പിക്കാം. നിങ്ങൾ ബാക്കി പൂരിപ്പിക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇനി എഴുതുന്ന സ്ഥലത്ത് വില്ലോ, ഷാലോ, ക്യാനോ, മേയോ അത് വന്നിരിക്കണം. അതിൽ ഏതെങ്കിലും ഒന്ന് വന്ന് ഏതാണോ അർത്ഥം സൂട്ടാവാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത് അത് വരണം. അതോ 4 അവിടെ വരാവും. അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് നമ്മൾ പറഞ്ഞില്ലേ, യു വിൽ പാസ് എന്ന് പറഞ്ഞില്ലേ, യു ക്യാൻ പാസ് എന്ന് പറഞ്ഞ പോലെ കണ്ടു. ഓക്കെ, ആരെങ്കിലും ഇവിടെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ പൂരിപ്പിച്ചു. നിങ്ങളുടെ സ്വന്തം കൃതിയാണ്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു, നിങ്ങളുടെ ഭാവനക്ക് അനുസരിച്ച് പൂരിപ്പിച്ചു. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് ഞാൻ പറയുന്നത്, മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ മഴയത്ത് കളിക്കും. ഐ വിൽ പ്ലേ ഇൻ ദ റെയിൻ. കണ്ട, ഐ വിൽ പ്ലേ ഇൻ ദ റെയിൻ. ഞാൻ മഴയത്ത് കളിക്കും. കാരണം എനിക്ക് മഴ ഇഷ്ടമാണ്. അപ്പൊ എന്റെ ഞാൻ മഴയത്ത് കളിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ പറയാട്ടോ. നിങ്ങൾ അതേപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റി വരട്ടെ, നിങ്ങളുടെ ആ ഒരു ബുദ്ധി അത് വികസിക്കട്ടെ. അവിടെ കഴിഞ്ഞൊരു പറഞ്ഞോട്ടെ, റെഡിയാവും. യെസ്, പറഞ്ഞോളായിരുന്നു. I will take an umbrella. I will take an umbrella. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ശരിയായില്ലേ? മഴ പെയ്യുകയാണെങ്കിൽ ഞാനൊരു കുട എടുക്കും. I will take an umbrella. അപ്പൊ ബില്ല് വന്നു, പ്രസന്റേഷൻ വന്നു. ഓക്കെ, If it rains, you shall put the clothes inside. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ യു ഷാല് വേണ്ട, ഐയും ടിയും വരുമ്പോ ഷാല് മതി കേട്ടോ. യു വിൽ പുട്ട് ദ ക്ലോത്ത് ഇൻസൈഡ്. ഓക്കെ സാർ. ഓക്കെ, നാട്ടിലുള്ള എക്സാമ്പിൾ ആണ് ജിഷ വിളിച്ചത്. മഴ പെയ്യുകയാണെങ്കിൽ വസ്ത്രം തകർത്തിടും. അത് ഡെയിലി ഉള്ളതാ, അതുകൊണ്ടാ. ഞാൻ വിളിക്കാം. ഓക്കെ, അർച്ചു ഞാൻ വിളിച്ചോളാം. സമിത കഴിഞ്ഞിട്ട് അർച്ചു കിട്ടും. ഓക്കെ, സമിത. ഞാൻ ഐ വിൽ ക്യാരി ആൻ അംബ്രല്ല എന്നാ. ആ, ടേക്ക് എന്നുള്ളതിന് പകരം ക്യാരി നോക്കി. ശരിയാണ്. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ക്യാരി ആൻ അംബ്രല്ല. ഓക്കെ, അർച്ചു പറഞ്ഞോളൂ. If it rains, I will drink hot coffee. ഓ, ജോൺസൺ മാഷിന്റെ ഇതാണ് അല്ലേ? ചിന്ന പെയ്യുന്ന ഒരു മഴ, ഒരു ഇളം ചൂടുള്ള ഊതി കുടിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് കാപ്പി അല്ലെങ്കിൽ ചായ, പിന്നെ ജോൺസൺ മാഷിന്റെ പാട്ട്, വീടിന്റെ വരാന്തയിൽ ഇരുന്ന് മഴ നോക്കി ഇങ്ങനെ ഇരിക്കുക അല്ലെ? അപ്പൊ അതുപോലെയാണ് ആർസു പറഞ്ഞത്. ഐ വിൽ ഡ്രിങ്ക് ഹോട്ട് കോഫി. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ചൂട് ചായ കുടിക്കും. വെരി ഗുഡ് ആർസു, ഐ അപ്രീഷിയേറ്റ് യുവർ ഒബ്സർവേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓരോരുത്തർ പോരട്ടെ. ഇപ്പൊ പറഞ്ഞു മനസ്സി. Sir, ഞാൻ എഴുതിയ if it rains, I will use the umbrella. ഐ വിൽ യൂസ് തെറ്റൊന്നുമില്ല, കറക്റ്റ് ആണത്. യൂസ് ഉണ്ട്, കറക്റ്റ്. ഐ വിൽ യൂസ് ദ അംബ്രല്ല. ഞാൻ കുട ഉപയോഗിക്കും, മറ്റൊരു കുട എടുക്കും. അതാ പറഞ്ഞോളൂ. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അതാ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ 17 പേർക്ക് 17 ടൈപ്പിൽ കുറിക്കും, നിങ്ങളുടെ ഭാവനക്കനുസരിച്ച്. യെസ്. If it rains, I will not come to the party. ശരിയാണോ സാർ?
വെരി ഗുഡ് കറക്റ്റ് ആണ്. ഓക്കെ, ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ നോട്ട്, വില്ല് എന്നെ നോട്ട് പഠിച്ചത്, ഐ വിൽ നോട്ട് കം ടു പാർട്ടി, ഞാൻ പാർട്ടിക്ക് പറ്റില്ല, കാരണം ഞാൻ നല്ല സൈഡിൽ കൊടുത്തേക്കുന്നത് അത് അറിയും അല്ലേ. അപ്പൊ ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ നോട്ട് കം ടു ദ പാർട്ടി. വെരി ഗുഡ്. നോട്ട് വെച്ച് പറഞ്ഞില്ലേ, വെരി ഗുഡ്. വില്ലോ, വിൽ നോട്ടോ, ക്യാനോ, കനോട്ടോ, ഷാലോ, ഷാൽ നോട്ടോ എന്ത് തുടങ്ങാൻ പറയട്ടെ, അത് കുഴപ്പമില്ല. നോട്ട് അടിച്ചല്ല. വരും എന്ന് പറയും, എടുക്കും എന്ന് പറയുമ്പോൾ എടുക്കില്ല എന്നും പറയുന്നു. യെസ്, കറക്റ്റ്. ഇനി നിങ്ങളുടെ ഭാവന ഉണരട്ടെ. യെസ്, ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഭാവന, കുറച്ച് പേരുടെ ഭാവന ഉണർന്നുള്ളൂ. അടുത്തത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഇതേ മോഡൽ ഞാൻ പറയും. എനിക്കും ഇഫ് യു eat lot of fast food, FAST, fast food, comma dash, and forgot a dash. Yes, okay. If you eat, നീ തിന്നുകയാണെങ്കിൽ എന്ത്, lot of fast food, നീ ധാരാളം ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, അത്രയും വരെ പറഞ്ഞു നിർത്തി. അപ്പുറത്തെ സിമ്പിൾ ഫ്യൂച്ചറിൽ നിന്ന് പൂരിപ്പിച്ചു. യെസ്, ഇഷ്ടമാണ് നിങ്ങൾ ധാരാളം. Yes, Disha, come on. Yes, Disha, you are the first. Okay. If you eat lot of fast food, you will become unhealthy. Very good. You will become healthy. നീ ആരോഗ്യമില്ലാത്തവളായി മാറും. വെരി ഗുഡ്. ഞാൻ പറയട്ടെ സർ? ഞാൻ പറയട്ടെ. If you eat a lot, if you eat a lot of fast food, you will gain weight. Yes, correct ആണ്. You will gain weight. നിനക്ക് ഭാരം കൂടും. വെരി ഗുഡ്. ആ സൂപ്പർ പറഞ്ഞോളൂ. If you eat a lot of fast food, you may not get enough nutrients. You may not get enough nutrients. Very good. Correct ആണ്. You may സർ not. പറഞ്ഞോട്ടെ? ഓക്കെ, ഞാൻ വരാം, ഒരു മിനിറ്റ്. വെയിറ്റ് എടുക്കാൻ ഒരാളോട് വന്നായിരുന്നു. വിദ്യ പറഞ്ഞു. വിദ്യ സബ്ജക്റ്റിലോട്ട് വരാം കേട്ടോ. Yes. If you eat a lot of fast food, you will become fat. You will become fat. Yes, very good. Sabida. If you eat lot of fast food, you can affect many diseases. You can affect many diseases. Yes, okay. Yes, ഇനി അടുത്തത് സ്വന്തമായിട്ട് ഒരെണ്ണം പിന്നെ നേരത്തെ വരാത്തതുകൊണ്ട് അറിഞ്ഞെങ്കിൽ പോരാട്ടോ. രണ്ടാമത്തെ വാചകം ഞാൻ ഇട്ടത് അതിന് വേണ്ടിയിട്ടാണ്. പിടികിട്ടിയില്ല, ടെക്നിക്ക് പിടികിട്ടിയില്ലേ. ഇപ്പോഴത്തെ സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പുറത്തെ എന്ത് വരും, സിമ്പിൾ ഫ്യൂച്ചറായി. ഇനി ഞാൻ മാറ്റി പിടിക്കാം. അതായത് നേരത്തെ ഡാഷ് തന്നില്ലേ, അവിടെ ഞാനൊരു സെന്റൻസ് തരാം, ഇപ്പുറത്തൊക്കെ പൂരിപ്പിച്ചാൽ മതി ആദ്യം. അപ്പൊ എന്താവും, അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് പൂരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. യെസ്, എനിക്ക് മാറ്റി പിടിക്കണേ. ഡാഷ്, ആദ്യം ഡാഷ്, കോമ I will buy, buy it. I will buy it. അപ്പൊ ആദ്യത്തെ വാചകം നിങ്ങൾ പൂരിപ്പിക്കണം, ക്ലോസ്. രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് I will buy it, ഞാൻ ഇത് വാങ്ങും. എങ്ങനെയാണെങ്കിൽ എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴത്തെ സാധനം വെച്ച് പൂരിപ്പിക്കണം. വില്ല് അവിടെ വന്നോണ്ട് ഇപ്പോഴത്തെ എന്താ വരാവൂ, പ്രസന്റൻസേ വരാവൂ. യെസ്, ഇഫ് വെച്ച് ഒരു പ്രസന്റൻസ് റെഡിയാണോ ജിഷ? വെരി ഗുഡ് പറഞ്ഞോളൂ. If I have money, I will buy it. Yes, okay. If I have money. Yes, very good. Correct. സാർ ആ സെയിം ഇതാണ് ഞാനും എഴുതിയത് സാർ, ജിഷ ചേച്ചി പറഞ്ഞേ. സാർ ഞാൻ അതന്നെ എഴുതി. ഇഫ് ഐ ഹാവ് ലോട്ട് ഓഫ് മണി. Yes, lot of money. അപ്പൊ നോക്കിയേ, ജിഷയുടെയും മാനസിയുടെയും നർമ്മയുടെയും മനസ്സൊന്നാണ്. നല്ല മാനസിക പഠിത്തോളം ജിഷ. യെസ്, ജിഷ ബുദ്ധിമതിയായിട്ട് ആദ്യം പറഞ്ഞു.
ഞാനുണ്ടല്ലോ സാറേ ആദ്യം പറയുന്നേ സാറേ, ഞാൻ ആദ്യം പറയുന്നേ എനിക്ക് ആരെങ്കിലും വന്ന പിന്നെ പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഇഫ് ഐ ഹാവ് മണി, ഞാൻ പറയട്ടെ. സോ ഇഫ് ഐ ഹാവ് മണി, എന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഐ വിൽ ബൈ ഇറ്റ്. ഹാവ് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ഹാഡ് ആണ്. അപ്പൊ നോക്കിയേ, ഇഫ് ഐ ഹാവ് മണി കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അപ്പൊ അതിന്റെ അടുത്ത് ഒരാള് ഇഫ് ഐ ഹാവ് ലോട്ട് ഓഫ് മണി, എന്റെ കയ്യിൽ ധാരാളം പണമുണ്ടെങ്കിൽ ഐ വിൽ ബൈ ഇറ്റ്. അപ്പോഴും കറക്റ്റ് ആണ്. ആർസു പറഞ്ഞോളൂ. എഴുതിയിരിക്കുന്നത് if my budget allows I will buy it. യെസ്, ഇഫ് മൈ ബഡ്ജറ്റ് അലൗ എന്നുള്ളത് അലൗസ് നോക്കും. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ ആയി ഒരെണ്ണം, ഒരു ബഡ്ജറ്റിനുള്ളൂ അലൗസ്. ഒരു എസ് കൂടി ചേർത്താൽ മതി. ഇഫ് മൈ കറക്റ്റ് ആണോ സാറേ? ഒരു എസ് കൂടി ചേർന്ന് അലൗസ് എന്നാണ് അലൗസ് ഞാൻ പറഞ്ഞു സാർ. കറക്റ്റ് ആണ്. ഇഫ് മൈ ബഡ്ജറ്റ് അലൗസ്, എന്റെ കയ്യിൽ സാമ്പത്തിക ശേഷി അനുവദിക്കുകയാണെങ്കിൽ ഐ വിൽ ബൈ ഇറ്റ്. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, പോട്ടെ. മാറി നിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് സംഗതികൾ പോട്ടെ. ജിൻസി, പ്രവീണ രാജ്. If it's my size, I will buy it, sir. If My size. ഒരു തുണി എടുക്കാൻ നമ്മൾ പോവുകയാണെങ്കിൽ it's IT''s. If it is my size, അല്ലേ എന്താണ് ഉദ്ദേശിച്ചത്? അത് ഇറ്റ്സ് എന്നും പറയാൻ പറ്റും സർ. ഓക്കെ 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 ഓക്കെ, ഇറ്റ്സ് കറക്റ്റ് ആണ്. ഈസ് വരാം. ഈസും ആമും ആറും പ്രസന്റ് ആണ്. പാസ്റ്റ് വരുമ്പോ വാസും വേറുമാണ്. പ്രസന്റ് ഈസും ആമും ആറും പ്രസന്റ് ആണ്. യെസ്, ഇഫ് ഇറ്റ് ഈസ് മൈ സൈസ് ഐ വിൽ ബൈ ഇറ്റ്. ഇത് എന്റെ സൈസിലാണെങ്കിൽ ഞാനത് വാങ്ങും. ഓക്കെ 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 സർ, ഞാൻ പറയട്ടെ. If I feel it is good, I will buy it. Yes, correct. If I feel, എനിക്ക് തോന്നുകയാണെങ്കിൽ, എന്ത് തോന്നുകയെ? ഇറ്റ് ഈസ് ഗുഡ്, നല്ലതാണെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഐ വിൽ ബൈ ഇറ്റ്, ഞാനത് വാങ്ങും. കറക്റ്റ് ആണ്. യെസ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഇഫ് ഒക്കെ പറ്റിയിട്ട് പല പല അഭ്യാസങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. തോന്നിയത്, പക്ഷെ ഇനി അത് ചെയ്യരുത്. കാരണം ഇഫ് വെച്ച് സിമ്പിൾ പ്രസന്റ് ഇപ്പുറത്താണോ അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ ആയിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷകളിൽ വേണമെങ്കിൽ പറയാം 10ലോ ഫില്ലിന്റെ ഒരു സെന്റൻസ് ആയിട്ട് ഒരു സെക്കൻഡ് ഡാഷ് ഇട്ട് ബാക്കി ഫില്ല് ചെയ്യാൻ പറയില്ലേ, അവിടെ കയറി വന്ന സാധനം ഇതാണ്. കാര്യം ഇപ്പോഴത്തെ സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പുറത്തെ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അങ്ങനെയേ വരാവൂ. അത് വരുത്താതെ നമ്മൾ പല പല വിദ്യാഭ്യാസങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അന്ന് ഇതിനകത്ത് കുറച്ച് പേർക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പൊ നമുക്കറിയാം. ഇത് നമ്മൾ തെറ്റുണ്ടാക്കിയത്. വീണ്ടും അടുത്ത വാചകം പറയാണ്, എഴുതി dash dash comma I will take a taxi. I will take a taxi. അപ്പൊ എന്തോ പറഞ്ഞു ആദ്യം, എന്നിട്ട് പറയാണ് ഞാൻ ടാക്സി വിളിക്കും. ഞാൻ നമ്മുടെ ഗോൾഡൻ ബബിൾ സിനിമയിൽ പറഞ്ഞ പോലെ ടാക്സി വിളിക്കും. ഐ വിൽ ടേക്ക് എ ടാക്സി, ഞാൻ ടാക്സി വിളിക്കും. എന്താണെങ്കിൽ നിങ്ങൾ അപ്പോഴത്തെ പുല്ല്. അപ്പോൾ അപ്പൊ ആദ്യം ആൻസി, രണ്ടാമത് ആരതി. ഓക്കെ ആൻസി. If I have not well, I will take a taxi. If I have not well, I am not well എന്നാക്കിയാൽ മതി. If I am not well, കേട്ടോ. If I am not well, എനിക്ക് സുഖമില്ലെങ്കിൽ ഞാൻ പറയട്ടെ. ഓക്കെ ഓക്കെ. ആരതി കഴിഞ്ഞിട്ട് പറയട്ടെ. ആരതി, ജിഷ, നിർമ്മിത. ഓക്കെ ആരതി. If the bus does not come, I will take a taxi. Very good, very good. If the bus does not come, did not പറയാം, did fast ആണ്, ഫാസ്റ്റ് വരുന്നത് പ്രസന്റ് വരാം. If the bus does not come, ബസ് വരുന്നില്ലെങ്കിൽ I will take a taxi. ജിഷ പറഞ്ഞോളൂ. If I will get late, I will take a taxi. Correct. If I get late, ഞാൻ താമസിച്ചാൽ I will take a taxi. ഞാൻ എന്ത് ചെയ്യും? ഒരു ടാക്സി വിളിക്കും. നിർമ്മിത. If I want to go to the town, I will take a taxi. Correct ആണ്. If I want to go to, ഞാൻ വരട്ടെ പ്രവീണ. If I want to go to town, ഈ ടൗണിൽ പോകണമെങ്കിൽ I will take a taxi. ഞാൻ എന്ത് ചെയ്യും? ടാക്സി വിളിക്കും.
യെസ് പ്രവീണ പറഞ്ഞോളൂ. If I have enough money, I will take a taxi. Oh, very good. Yes. If I have enough money, എന്റെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ ധാരാളം ഉണ്ടെങ്കിൽ I will take a taxi. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയാം sir. Yes, പറഞ്ഞോളൂ ആർസു. ആർസു കഴിഞ്ഞാൽ ഐഷ. Okay. If distance is long, I will take a taxi. Yes. If the distance is long, I will take a taxi. Distance കൂടുതലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ടാക്സി വിളിക്കും. ഐഷ പറഞ്ഞോളൂ. If I have a lot of things in my hand, I will take a taxi. സാധാരണ എന്റെ കയ്യിൽ ധാരാളം സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ടാക്സി. If I have lot of things in my hand, I will take a taxi. Yes, correct ആണ്. Okay, വിദ്യ പറഞ്ഞോളൂ വിദ്യ. If I buy complaint, I will take a taxi. ഒന്നുകൂടി പറഞ്ഞ കേട്ടില്ല. If I buy complaint, I will take a taxi. Correct. If my bike is complaint, ഒരു verb present ചേർക്കുക. If my bike is complaint, I will take a taxi. ഹരിത പറഞ്ഞോളൂ. If the car does not start, I will take a taxi. Okay. Very good. If my car does not start, എന്റെ കാർ സ്റ്റാർട്ട് ആവുന്നില്ലെങ്കിൽ I will take a taxi. Yes. പിടികിട്ടിയാലോ? യെസ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഒരെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്തിനോട് പോകാം. യെസ്. ശരി. ഞാൻ വേണ്ട. ആദ്യം ഞാൻ ഡാഷ് തരാം. ഡാഷ് കോമ we will win, W-I-N, win the match. We will win the match. അപ്പൊ എന്തോ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പറയുകയാണ് we will win the match. ഞങ്ങൾ കളി ജയിക്കും. എങ്ങനെയാണെങ്കിൽ എന്നുള്ളത് നിങ്ങൾ അപ്പുറത്ത് ചേർക്കാം. അപ്പൊ ഇവിടെ വില്ല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പുറത്ത് എന്ത് പറഞ്ഞു? പ്രസന്റ് ടെൻസ്. പറഞ്ഞോളൂ ഹരിത. ആദ്യം ഹരിത പറഞ്ഞ് ഹരിതയുടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ ഹരിത. If we play well, എനിക്ക് ഒരു പതായ്ക്ക് റെഡിയാക്കി വെച്ചേക്കണം. ഹരിത അവരെയൊക്കെ തലക്കെട്ടടിച്ച് ഇവിടെ പോയി. യെസ്. ഓക്കെ. If we play well, നമ്മൾ നന്നായി കളിക്കുകയാണെങ്കിൽ we will win the match. നമ്മൾ കളി ജയിക്കും. യെസ്. അപ്പൊ അത് if we work hard, we will win the match. Yes, correct ആണ്. If we work hard, നമ്മൾ കഠിനമായിട്ട് ശ്രമിച്ചാൽ we will win the match. Correct ആണ്. വിദ്യ. If my team is good players, we will win the match. If my team, അപ്പൊ നമുക്ക് ഒന്നുകൂടി is good players has മതി. If my team has good players, has present tense ആണ്. has ആവും. എന്റെ ടീമിൽ നല്ല കളിക്കാരുണ്ടെങ്കിൽ we will win the match. Okay, ജിഷ പറഞ്ഞോളൂ. If we take more practice, we will win the match. If we take more practice, നമ്മൾ ധാരാളം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ we will win the match. ആൻസി കഴിഞ്ഞാൽ ആൻസറിലോട്ട് വരാം. ആൻസി. ഓക്കെ. If we practice well, we will win the match. വെരി ഗുഡ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അപ്പോ ആർസു കഴിഞ്ഞാൽ സബ്ജിയിലോട്ട് വരാം. ആർസു. If we concentrate on match, we will win the match. Oh, very good. If we concentrate on match, നമ്മൾ കളിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ അല്ല we will win the match. വേറെ സ്ഥലത്ത് പോകാതിരുന്നാൽ we will win the match. സബിത പറഞ്ഞോളൂ. ഞാൻ ആൻസർ എഴുതിയ if we play practice well, we will win the match. ഓക്കെ. കുഴപ്പമില്ല. ആൻസി പറയുന്നേക്കാളും മുമ്പ് സബിത എഴുതിയല്ലോ. യെസ്. നോ പ്രോബ്ലം. അപ്പൊ ഇത് പിടികിട്ടിയല്ലോ. ഞാൻ ഇത് മാറ്റി പിടിക്കണം. യെസ്. ഓക്കെ. അപ്പൊ മനസ്സിലായി. കണ്ടീഷൻ കോഴ്സ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ വരും. ഓക്കെ. ഇനി ഞാൻ വന്നപ്പോൾ ആദ്യം പറഞ്ഞ അതേ വാചകത്തിലൂടെ ഞാൻ വിളിക്കേണ്ടത്. ഓക്കെ.
ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ആ വാചകം നോക്കി വെച്ചു കേട്ടോ. അതാണ് നമ്മൾ എഴുതിയത്. ആ വാചകത്തിലെ സ്റ്റഡി എന്ന് പറയുന്ന വേർഡ് ഞാനിത് മാറ്റണം. മാറ്റിയിട്ട് ഞാൻ അവിടെ സ്റ്റഡീഡ് എന്നാക്കിയാണ്. ആണ് STUDIED എന്നാക്കിയാണ്. STUDIED സ്റ്റഡീഡ് എന്നാക്കിയാണ്. യെസ്. അപ്പൊ ആ സ്റ്റഡി എന്നുള്ള വാക്യം മാറ്റി എന്ത് ചെയ്യാണ്? സ്റ്റഡീഡ് എന്നാക്കി. ഇഫ് യു സ്റ്റഡീഡ് എന്നാക്കിയാണ്. യെസ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രുതി, ഇഫ് യു സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആയിട്ട് വരും അത്രയും വരെ? ഇഫ് യു സ്റ്റഡീഡ് വെൽ എന്നുള്ളത് ഏത് നമ്മൾ പറഞ്ഞ 5 ടെൻസിൽ ഏത് വരും? Simple past. സിമ്പിൾ പാസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. സിമ്പിൾ പാസ്റ്റ് ആണ്. അത് ശ്രുതിക്ക് എങ്ങനെ സിമ്പിൾ പാസ്റ്റ് പിടികിട്ടാൻ കാരണം സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ മനസ്സിലുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. അപ്പൊ ശ്രുതി ഇവിടെ നോക്കി, യു സബ്ജക്റ്റ് ആണ്, സ്റ്റഡി എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റഡീഡ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കി, കണ്ടീഷണൽ ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് വില്ല് വന്ന തെറ്റാണ്, ഷാല് വന്ന തെറ്റാണ്, ക്യാൻ വന്ന തെറ്റാണ്, മേ വന്ന തെറ്റാണ്. നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പോഴത്തെ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ അപ്പുറത്ത് കൊണ്ടുവന്ന് വില്ല് വന്ന തെറ്റാണ്. ഇപ്പോഴത്തെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് വില്ല്, ഷാല്, ക്യാൻ, മേ ഒക്കെ വരാവും. ഇതൊന്നും നോക്കാണ്ട് നമ്മൾ പണ്ട് പല തകർക്കൽ നടന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് തകർന്നുണ്ട്. അതൊക്കെ പോക്കോട്ടെ, അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ശരിയല്ലേ? യെസ്. ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലായ സമയത്ത് ഇനി നമ്മളൊരു സെന്റൻസ് ഒക്കെ പറയുമ്പോൾ അത് നമ്മൾ ആലോചിച്ച് പറയും. യെസ്. അതായത് ഭർത്താവിനോട് പറയാണ്, നേരത്തെ വരികയാണെങ്കിൽ ഞാൻ വരാം. ഇഫ് യു കം ഏർലി ഐ വിൽ കം. അത് അങ്ങനെ തന്നെ വരണം. ഇഫ് യു കം പ്രസന്റ് ടെൻസിൽ അപ്പൊ അപ്പുറത്ത് വില്ല് വന്നു. യെസ്. അപ്പൊ നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് അയക്കും. പാസ്റ്റ് ടെൻസ് അയക്കുമ്പോ അപ്പുറത്ത് വില്ല് വന്നു കഴിഞ്ഞാൽ തെറ്റാണ്. പകരം എന്ത് വരണം? അവിടെ നേരത്തെ ഞാൻ ഏതെല്ലാം ഓണം വരണ്ട എന്ന് പറഞ്ഞില്ലേ, ആ സംഗതിയൊക്കെ അവിടെ വരണം. വില്ലിന് പകരം എന്ത് ഉപയോഗിക്കണം? വുഡ് ഉപയോഗിക്കണം. ഷാലിന് പകരം എന്ത് ഉപയോഗിക്കണം? ഷുഡ് ഉപയോഗിക്കണം. ക്യാന് പകരം എന്ത് ഉപയോഗിക്കണം? കുഡ് ഉപയോഗിക്കണം. മേക്ക് പകരം എന്ത് ഉപയോഗിക്കണം? മൈറ്റ് ഉപയോഗിക്കണം. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാല് ഷുഡ്, കുഡ്, മൈറ്റ്, വുഡ്, ഇതാണ് അവിടെ വരുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്? ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. അതാണ് കറക്റ്റ്. കാരണം ഇവിടെ പാസ്റ്റ് ടെൻസ് ആയി. അപ്പൊ എന്ത് വരും? വുഡ് പാസ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലേക്കൊന്ന് ഓർത്തിരിക്കുക. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. വുഡ് എന്നുള്ളതിന് പകരം വുഡ് വന്നാലും കുഴപ്പമില്ല, ഷുഡ് വന്നാലും കുഴപ്പമില്ല, മൈറ്റ് വന്നാലും കുഴപ്പമില്ല. പക്ഷെ വില്ലൊന്നും പറയരുത്, കാരണം ഇപ്പോഴത്തെ പാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഒരു സെന്റൻസിന്റെ ക്ലോസുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണോ, അപ്പുറത്ത് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്, ഇത് ഈ വാചകം വെച്ച് തന്നെ വന്നിരിക്കും. ഓക്കെ, തെറ്റിപ്പോകില്ല എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി വിചാരിക്കുന്നു. യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എഴുതിക്കോ. If you took took the book, comma dash. ഇവിടെ നോക്കി, ടേക്ക് പ്രസന്റ് ആണ്, അതിന്റെ പാസ്റ്റ് ആണ് ടുക്ക്. അപ്പൊ ഇവിടെ ടുക്ക് അല്ലേ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇഫ് യു ടുക്ക് ദ ബുക്ക്, നീ പുസ്തകം എടുത്തെങ്കിൽ, ബാക്കി ഇത് പൂരിപ്പിക്കാം. അപ്പൊ അപ്പുറത്തെ ദൂരം പൂരിപ്പിക്കുമ്പോ വുഡോ, കുഡോ, ഷുഡോ, മൈറ്റോ വല്ല, കാരണം ഇപ്പോഴത്തെ പാസ്റ്റ് ആണ്. യെസ്, പൂരിപ്പിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ വില്ല് മാറ്റിയിട്ട് വുഡ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ആൻസി, ആർ യു റെഡി? ഞാൻ പറയാൻ ശരിയാണോ എന്ന് അറിയത്തില്ല. ഓക്കെ, ആൻസി, സവിത, പ്രവീണ, ഹരിത ആൻഡ് ആരതി. ഓക്കെ ആൻസി, പറഞ്ഞു. If you took the book, you should study it well. Yes, if you
took the book, നീ പുസ്തകം എടുത്തെങ്കിൽ നന്നായിട്ട് പഠിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് കറക്റ്റ്. സമിത. If you took the book, you should study for examination. Yes, correct ആണ്. ഷുഡ് വന്നു. You should study for examination. Correct ആണ്, correct ആണ്. പ്രവീണ പറഞ്ഞു. If you took the book, you should read the book. വെരി ഗുഡ്. പുസ്തകം എടുത്തെങ്കിൽ അത് വായിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി പറഞ്ഞത് ഹരിതല്ലേ? യെസ്, ഹരിത. ആരതി കഴിഞ്ഞാൽ ആ കൊണ്ട് കേട്ടോ. If you took the book, you would have what to read. You would have what to read. Yes, yes, yes. Very good, very good, very good. Arati? If you took the book, you would have something to read. Yes, you would have something to read. Very good, very good. Also? If you took the book, you would get more knowledge. Yes, if you took the book, you would get more knowledge. നിങ്ങൾക്ക് കൂടുതൽ എന്ത് കിട്ടും? അറിവ് കിട്ടും. യെസ്, പിടി കിട്ടിയല്ലോ. നമുക്ക് അടുത്തോട്ട് പോകാം. അടുത്തോട്ട് പോകുന്ന മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ സിറ്റുവേഷൻ ഏതാണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടി 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു, 10ാം ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പോഴാണ് നമ്മൾ അവനോട് പറയുന്നത്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. ഒരു സാധ്യത ഉണ്ടപ്പോ. ഇത് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി തോറ്റു വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പറയുന്നതാണ് ഇത്. നീ പഠിച്ചെങ്കിൽ പാസ്സായാലും. അപ്പൊ ഒരു സാധ്യതയില്ല അവിടെ. ഇത് കഴിഞ്ഞു പോയതാണ്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആശ്വസിക്കാൻ വേണ്ടി പറയൂലേ, നീ പഠിച്ചെങ്കിൽ പാസ്സായാലും, അവൾ വന്നെങ്കിൽ പൈസ കിട്ടിയാല്, നീ വിളിച്ചെങ്കിൽ ഞാൻ വന്നേ, നീ വിളിച്ചില്ല ഞാൻ വന്നില്ല. യെസ്, നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനുസരിച്ചാണ്, നീ പറഞ്ഞൂടെ ഞാൻ അനുസരിച്ചില്ല. യെസ്, ഇത് സാധ്യതയില്ല. ഇങ്ങനെ വെറുതെ ആശ്വാസത്തിന് വേണ്ടി പറയില്ലേ, ഇതാണ് ഈ സംഭവം. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ, ഒന്ന് 10ലോട്ട് ആയി കഴിഞ്ഞ സമയത്ത്, മറ്റത് 10ലെ പരീക്ഷ എഴുതി തോറ്റ് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ്. യെസ്, ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. യെസ്, അടുത്ത വാചകത്തിലേക്കോ. ഇഫ് ദേ, നല്ല വാചകമാണ്. ഇഫ് ദേ ordered, ORDERED, ordered cake, 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 comma, dash. Okay, if they ordered, ORDERED, ordered persons ആണ്. അവർ കേക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ക്രിസ്മസ് ഒക്കെ വരെയാണ്, ന്യൂ ഇയർ ഒക്കെ വരെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിച്ചു. ഓക്കെ ആൻസി, യെസ്, ഇഷ്ടമുള്ള പോലെ പൂരിപ്പിച്ചു. ആൻസർ കഴിക്കുന്നതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ആൻസി, പറഞ്ഞോളൂ ആൻസി. If they ordered cake, I would like to eat. I would like to eat. അവർ കേക്ക് ഓർഡർ ചെയ്താൽ ഞാനത് കഴിക്കും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അവർ കേക്ക് ഓർഡർ ചെയ്തെങ്കിൽ ഞാൻ കഴിച്ചേനെ. ഓക്കെ, അതാണ്. ഞാൻ പറയട്ടെ സാർ. ഓക്കെ, പറഞ്ഞോളൂ ജിഷ. If they ordered cake, I should make it very tasty. Yes, very good, very good. Cake കിട്ടി. I should make it very tasty. ഞാൻ ടേസ്റ്റ് ആക്കി തരാം. ഓക്കെ ജിഷ? Okay, sir. ഒരു കേക്ക് ഓർഡർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വൈകി വാങ്ങാട്ടോ. യെസ്, ഞാൻ പറയട്ടെ sir. പറഞ്ഞോളൂ. If they ordered cake, I would give it to poor children. യെസ്, കാരുണ്യം പ്രവർത്തിക്കാൻ ആവശ്യമുള്ള കയ്യിലുള്ളത്. അവർ കേക്ക് ഓർഡർ ചെയ്താൽ ഞാനത് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കും. ഐ വിൽ ഗിവ് ഇറ്റ് ടു പുവർ ചിൽഡ്രൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ആൽസോ. Sir, പറഞ്ഞോട്ടെ. യെസ് വിദ്യ. If they ordered cake, I should buy the cake. യെസ്, അവർ കേക്ക് ഓർഡർ ചെയ്ത് ഐ ഷുഡ് ബൈ എന്നുള്ളതിന് പകരം ആ വാക്ക് ബൈ മാറ്റിട്ട് പേ എന്നാക്കി നോക്കി. അപ്പൊ കുറച്ചുകൂടി നല്ല ഭംഗിയായി. ഐ വുഡ് പേ ദ കേക്ക്, ഞാൻ പൈസ കൊടുത്തോളാം കേട്ടോ. അപ്പൊ കുറച്ചുകൂടി ഭംഗിയായില്ലേ? Sir, ഞാൻ അതന്നെ എഴുതിയത്. യെസ്, ഓക്കെ, ഓക്കെ, ഡോണ്ട് വറി. If they order cake, I would give money. ഐ വുഡ് ഗിവ് ദ മണി. ഓക്കെ, 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 വെരി ഗുഡ്, വെരി. ശരിയാണ് വിദ്യ പറഞ്ഞല്ലേ, ഞാൻ ഒന്നുകൂടി ഒരു ഭംഗിയാക്കിയിട്ട് മാത്രമേ ഉള്ളൂ. യെസ്, ഓക്കെ. ജിൻസിനൊന്നും വരാറില്ല. അപ്പൊ പിന്നെ ധന്യ, വിനോദ് ഇതൊന്നും വരുന്നില്ല. സുധിനൊന്നും ഒന്നും വരുന്നില്ലല്ലോ.
Good morning, sir. Yes. I'm not feeling well, sir. Fever. Okay, okay, no problem. No But problem. Yes. ഞാൻ എഴുതിയിട്ടുണ്ട് ഒരെണ്ണം കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. No problem. കേൾക്കുന്നില്ലേ? ഉണ്ട് സർ. ഓക്കെ, ഇത് ഭയങ്കര നമുക്ക് ലൈവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കില്ല. ഓരോരുത്തരും ഞാൻ എഴുതിയിട്ട് വായിക്കട്ടെ സർ. ഓക്കെ ഓക്കെ. If they ordered a cake, I would make a chocolate cake. Yes, very good, very good, very good, very good. Yes, yes. അല്ലൂസിനൊന്നും വരുന്നില്ലല്ലോ. യെസ്. അപ്പൊ അടുത്തതായിട്ട് ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ്. ആദ്യം ഒരു ഡാഷും പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യം എഴുതിക്കും. ആദ്യം ഒരു ഡാഷ്. ഓക്കെ തന്നെയാ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ തന്നെയാ, നോ പ്രോബ്ലം. യെസ്. ഡാഷ് കോമ കോമ I would tell you. Yes. എന്തോ പറഞ്ഞു, എന്തോ സംഗതി. ആൻഡ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു I would tell you. ഞാൻ നിന്നോട് പറഞ്ഞേനെ. അപ്പൊ ഇവിടെ ഇപ്പ് വെച്ചിട്ട് സാധനം ശരിയാക്കാൻ പറഞ്ഞത് പാസ്റ്റ് ടെൻസ് ആയിരിക്കാൻ വേണം. കാരണം ഇവിടെ വുഡാണ് വന്നേക്കണേ. അപ്പൊ അപ്പുറത്ത് എന്താ വരേണ്ടത്? പാസ്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. I would tell you. ഞാൻ നിന്നോട് പറഞ്ഞേനെ. ആൻസർ റെഡിയാണ്. ആൻസി ഇന്ന് പോന്നോട്ടെ. If they speak to me, I would tell you. ചെറിയൊരു എഡിറ്റ് ചെയ്യണം. സ്പീക്ക് എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. Spoke. ഓക്കെ അല്ലൂസ്. സ്പീക്ക് എന്നുള്ളതിന് പാസ്റ്റ് ടെൻസ് ഉണ്ട്. സ്പോക്ക്. ഇഫ് ദേ സ്പോക്ക്. സ്പീക്ക് എന്നുള്ളതിന് പാസ്റ്റ് ടെൻസ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആണ് കേട്ടോ. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, വായിച്ചോളൂ. If they decided to go to party, I would tell you. If they decided to go to party, I would tell you. Correct ആണ്. വിദ്യ. If they tell me, I would tell you. നോക്ക്. If tell present tense ആണ്, past tense ആണ്. If they told me. അപ്പുറത്ത് മുട്ടല്ലേ പറയാൻ. അപ്പൊ ഇപ്പുറത്ത് പാസ്റ്റ് ആക്കണം. If they told me. അവർ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞില്ല. അവർ എന്നോട് പറഞ്ഞില്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ല. യെസ്, ആർഷു പറഞ്ഞോളൂ. If I knew the truth, I would tell you. വെരി ഗുഡ്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് വാചകമുണ്ട്. If I knew the truth. എനിക്ക് സത്യം അറിയാമായിരുന്നെങ്കിൽ I would tell you. ഞാൻ നിന്നോട് പറഞ്ഞാൽ. യെസ്, ഹരിത. If you asked me, I would tell you. If you asked me, ASKED കേട്ടാ. നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ. ഓക്കെ ആരതി പറയൂ. If I had known that news, I would tell you. Yes. If I had bad news, I would tell you. എനിക്കൊരു മോശം വാർത്തയായിരുന്നുവെങ്കിൽ ഞാനത് പറഞ്ഞാൽ. ഹാഡ് പാസ്റ്റ് ടെൻസ് ആണ്. കറക്റ്റ് ആണ്. യെസ്. ഇനി ഇപ്പൊ പിടികിട്ടിയാലോ? ടെക്നിക്ക് പിടികിട്ടിയാലോ? ഐഷ അതിലുണ്ടോ? പറയട്ടെ. The story I heard, I would tell you. Yes, very good. Yes. അടുത്തത് ഇത് തന്നെ ഒരു നീണ്ട ഡാഷ്. കണ്ടുമുട്ടുക. മീറ്റ്. മീറ്റ്. യെസ്, ഞാൻ അടുത്ത് പറയാൻ പോണ വാചകം അതായിരുന്നു. കറക്റ്റ് എന്റെ മനസ്സിലുള്ളതാണ് സബിത പറഞ്ഞത്. നീണ്ട ഡാഷ് കോമ. She could meet him. MEET, meet. Yes, she could meet him. അവൾ അവനെ കണ്ടേനെ. She could meet, അല്ലെങ്കിൽ അവൾ അവനെ കണ്ടുമുട്ടിയേനെ. അത് പൂരിപ്പിച്ചു. പറയട്ടെ സർ. Yes, very good. ആർസു പറഞ്ഞോളൂ. If I was there, she could meet you. If I went there. If I went there. Was
ഐ വെന്റ് there എന്നാണ് വരുന്നത് സർ. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് ഐ വാസ് there ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ കാണാമായിരുന്നു. If I call him, she could meet him. Yes, if I called him. അതുകൊണ്ട് ഐ എന്നുള്ളതിന് പകരം ഷീ എന്നാക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ഭംഗിയായില്ല. അവൾ വിളിച്ചിരുന്നെങ്കിൽ അവൾക്ക് അവനെ കാണാമായിരുന്നു. ഞാൻ വിളിച്ചിരുന്നെങ്കിൽ അവൾക്ക് അവനെ കാണാമായിരുന്നു എന്ന് പറയാനേക്കാൾ നല്ലത് അവൾ വിളിച്ചിരുന്നെങ്കിൽ അവൾക്ക് അവനെ കാണാമായിരുന്നു. കേട്ടോ, ഐ എന്നുള്ളതിന് പകരം ഷീ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ഭംഗിയൊക്കെ കറക്റ്റാണ്. യെസ്, അടുത്താരാണ്? Sir, യെസ്, പറഞ്ഞോളൂ ജിൻസി. if she got time, she could meet him. വെരി ഗുഡ്. അവൾക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ അവൾ അവനെ കണ്ടേ. യെസ്, ഇഫ് ഷീ ഗോട്ട് ടൈം, ഗെറ്റ് പ്രസന്റൻസ് ആണ്. ആ ഗെറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇത് ഗോട്ട്. ഇഫ് ഷീ ഗോട്ട് ടൈം, അവൾക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ അവൾ അവനെ കണ്ടേനെ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഞാനാണ് നേരത്തെ പോലെ ഇങ്ങനെ ഒഴുകി വരുന്നില്ല, ഇങ്ങനെ തടസ്സം പോലെ മുമ്പ് ഇങ്ങനെ മലവെള്ളം പാച്ചിൽ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ. നിർമ്മിത. Yes, sir. If she came out, she could meet him. If she, ആ വാക്ക് കിട്ടിയില്ല. Came out. Yes, very good very good very good. If she came out, അവൾ പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ അവൾക്ക് അവനെ കാണാമായിരുന്നു. അവൾ പുറത്തേക്ക് വന്നില്ല. യെസ്, if she came out, she could meet him. Correct ആണ്, correct ആണ്, വെരി ഗുഡ് വെരി ഗുഡ്, നല്ല വാക്ക്. യെസ്, ഇനി ഞാനുടെ കയ്യിൽ നേരത്തെ പറഞ്ഞതായാലും കുഴപ്പമില്ല, അവർക്ക് ഒരു ചാൻസ്. ഇനിയിപ്പോ നമുക്ക് 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അച്ഛനോട് പോകുന്നില്ല. അപ്പൊ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കില്ല. യെസ്, അപ്പൊ അതുകൊണ്ട് പറഞ്ഞോളൂ ഐഷ. If she had come, you could meet him. കറക്റ്റ്. അപ്പൊ അവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഹാഡും കമ്മും വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഹാഡ് അങ്ങോട്ട് കളയാം, ആ കം എന്ന് പറഞ്ഞതിന് പകരം പാസ്റ്റ് ടെൻസ് പറയാം. ഇഫ് ഷീ കെയിം, അപ്പൊ കറക്റ്റായി. മറ്റേത് സെന്റൻസ് ശരിയാക്കുക, പക്ഷെ നമ്മൾ പറഞ്ഞ ടെൻസ് ഒന്ന് മാറ്റും. ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ള ടെൻസിലോട്ട് പോയി. നമുക്ക് ഇപ്പോഴത്തെ വേണ്ടത് വെറുതെ പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, വെറുതെ പാസ്റ്റ് ടെൻസ്. ഇനി ഇപ്പൊ ഐഷ പറഞ്ഞ വേറെ രീതിയിൽ പറയാം, ഇഫ് ഷീ ഹാഡ് ടൈം, അവൾക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ. അത് കറക്റ്റാണ്, കാരണം ഹാഡ് എന്ന് പറഞ്ഞ വേർഡ് പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഏതിന്റെ? ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ടെൻസ് ആയിട്ട് ഹാഡ് പറയാം. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. യെസ്, ഇഫ് ഷീ ഹാഡ് ടൈം, ഷീ കുഡ് മീറ്റ് ഹിം, അതും പറയാം. യെസ്, ഓക്കെ. ഇനി ആർക്കെങ്കിലും? യെസ്, അപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലേ? യെസ്, അപ്പൊ നമുക്ക് നാളെ നമ്മുടെ MT8 ഫോൺ വെക്കേഷൻ സെറമണിയാണ്. MT8 കുറച്ചു നാൾ കഴിയുമ്പോ MT17 ആവും അല്ലേ? ഓക്കെ 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 ഓക്കെ. യെസ്, 4. ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഞാൻ ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഉത്തരം ആര് പറയണം? ആൻസി പറയണം, അല്ല വിദ്യ പറയണം. എഫ് എന്ന് പറയുന്ന അക്ഷരത്തിലാണ് ആൻസർ ആരംഭിക്കേണ്ടത്. എഫ്. വിദ്യ, ഓപ്പോസിറ്റ് അറിയാൻ പറയുക പാസ് എന്ന് പറഞ്ഞേക്ക, അപ്പൊ അടുത്ത കൊടുക്കാം. ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. സക്സസ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഫെയിലിയർ.
ഓക്കെ നിർമ്മിത കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. ആൻസിയോടാണ് ചോദ്യം. സിമ്പിൾ ചോദ്യം. എഫിൽ ആരംഭിക്കണം. ചോദ്യം ഇതാണ്, അനദർ വേൾഡ് ഫോർ മൂവിങ്. ഫിലിം. ഫിലിം. ഓ കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ജിഷ ഫ്രീ ആണെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ അത് ഹെഡ് കൊടുക്കാം. ചോദ്യം ഇതാണ്, എഫിൽ ആരംഭിക്കണം. എ മെയിൽ പാരന്റ്. മെയിൽ പാരന്റ്. അപ്പോ ജിഷയുടെ കസ്റ്റമർ ഉണ്ടാവും. ഹരിത പറഞ്ഞോളൂ. Father. ഫാദർ. കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഐഷോടാണ് ചോദ്യം. യെസ്. ചോദ്യം ഇതാണ്, ഓപ്പോസിറ്റ് ഓഫ് റിയൽ. REAL. റിയൽ. Fake. ഫേക്ക്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ്. ധന്യ വർക്കിലാണ്. അപ്പൊ അതുകൊണ്ട് സബിതയിലോട്ട് പോകണം. സബിത, ഞാൻ പറയുന്നത് ഒരു മീനിങ് ആണ്. അതിന്റെ വേർഡ് ഒരു വൺ വേർഡ് പറയണം. എഫിൽ തുടങ്ങുന്ന ആ അർത്ഥം വരുന്ന വൺ വേർഡ് പറയണം. യെസ്. മീനിങ് ഇതാണ്, വെരി ഹംഗ്രി. വെരി ഹംഗ്രി എന്ന് അർത്ഥം വരുന്ന ഒരു വേർഡ് പറയണം. എഫിലാണ് ആരംഭിക്കേണ്ടത്. വെരി ഹംഗ്രി. സബിത മനസ്സിൽ പറയണ്ട, സാറ് ബാക്കിയുള്ള 5 പേരോട് എളുപ്പമുള്ളതൊക്കെ ചോദിച്ച് എനിക്ക് വന്നപ്പോ നീ ഉള്ളതെന്ന് വെച്ചു അല്ലേ സബിത? ചിന്തിച്ചു അല്ലേ? ആ ചിരിയിൽ അറിയാം അങ്ങനെ ചിന്തിച്ചു. ഓക്കെ, നമുക്ക് പാസ് ചെയ്യാം. ഫാമിഷ്ഡ്. ഫാമിഷ്ഡ്. വെരി ഗുഡ് വെരി ഗുഡ്. ഈ വൺവേഡ് അതാണ്, വിഷമുള്ളതിന്റെ ഒരു വൺവേഡാണ് ഫാമിഷ്ഡ്. ചോദിച്ചായിരുന്നു സർ. യെസ്. എന്നിട്ട് മിണ്ടാതിരുന്ന മക്കളെ. അതുകൊണ്ടാണ് സാർ എല്ലാരും പറയുന്നത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഒരു ചോദ്യം കൂടി നർമ്മയോട് ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്, നോട്ട് KNOWN. നോട്ട് ടു മെനി പീപ്പിൾ. നോട്ട് ടു മെനി പീപ്പിൾ. KNOWN നോട്ട്. സർ എഫിലാണോ? എഫിലാണോ? നോട്ട് ടു മെനി പീപ്പിൾ. ഫെമിലിയർ. ഫെമിലിയർ എന്നൊക്കെ നല്ല കുറച്ചുകൂടി വാക്കാം. ഫേമസ് ആക്കാം. ഫേമസ് ഫേമസ് അല്ലെ? ഫേമസ് ആണ് കുറച്ചുകൂടി. ഫെമിലിയർ പരിചയമുള്ള. ഫേമസ് എന്ന് പറഞ്ഞാല് പ്രസിദ്ധനായ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു പറഞ്ഞുകൊണ്ട് സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം. ഫാത്തിമ കണ്ടില്ലല്ലോ? യെസ്. നമുക്ക് ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. Sir, sign out. ഓക്കെ പറഞ്ഞു. My name is Vidya. I am telling the sign out. Thank you, sir. Today's class was nice class. Today's class about condition sentence. You explained. Of everyone, I am thanking you. Yes. Okay. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ എന്തൊക്കെയോ ഇത് പറയണമെന്ന് വിചാരിച്ചാണ് അല്ലേ? അങ്ങോട്ട് കയ്യിൽ പോയി അല്ലേ? യെസ്. സോ ഓക്കെ 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 ഓക്കെ. ഓക്കെ ഫാത്തിമ, നോ പ്രോബ്ലം. ഞാൻ ഇങ്ങനെ കണ്ടപ്പോ വിളിച്ചു മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. യെസ്. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ഓക്കെ ഓക്കെ.